നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതിക്കാരായ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി ഞായറാഴ്ച പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ആചരിക്കും. തിങ്കളാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതിക്കാരായ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. 16 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ KA പ്രദീപ്, NB ശ്രീജിത്ത്, രമണി നന്ദകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി KJ രാജേഷ് എന്നിവർ സംസാരിച്ചു. നിലവിൽ 16 പേരിൽ 4 പേര് ഇപ്പോഴും രേഖകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ രേഖകൾ എത്തിക്കാനുള്ള ഒരു പ്രയാസമൊക്കെ നമുക്ക് ചില പദ്ധതികൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് മാർച്ചിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് ഇത് നടത്താൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി ആളുകൾ അടുത്ത വർഷവും ഇതിൽ പങ്കാളികളാവണം. അതിനനുസരിച്ച് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഈ കാര്യത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. അപ്പോൾ ആവശ്യാനുസരണമാണ്, മറ്റു പദ്ധതികൾ പോലെയല്ല. ഇതിൽ നിലവിൽ ആവശ്യാനുസരണം ഫണ്ട് വയ്ക്കുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ കൂടുതൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പണം നീക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ നമുക്ക് ഇത്രയും ഗുണഭോക്താക്കളെയാണ് നിലവിൽ ഇപ്രാവശ്യം കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ഈ ചടങ്ങ് ഔപചാരികമായി പ്രഖ്യാപിക്കും. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി ഞായറാഴ്ച പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ആചരിക്കും. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസ്, പുഷ്പാർച്ചന, തുടർന്ന് അനുസ്മരണ യോഗം എന്നിവ ഉണ്ടായിരിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച മാർ ബോസ്കോ പുത്തൂർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. കാലടിയിലെ സമീക്ഷ സെന്റർ ഫോർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആൻഡ് റിസർച്ച് സെന്റർ ഡയറക്ടർ ഫാദർ ഡോക്ടർ സേവ്യർ തർമേൽ, പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, നടത്തുകൈക്കാരൻ ആന്റോ മേക്കാട്ടുകുളം, പാതുവനാഥം എഡിറ്റർ EJ ബിന്നി എന്നിവർ സംസാരിക്കും. തുടർന്ന് പഴുവിൽ ഇടവക മാതൃവേദി ഒരുക്കുന്ന പുത്തൻപാന നൃത്താവിഷ്കാരം ഉണ്ടായിരിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, നടത്തുകൈക്കാരൻ ആന്റോ മേക്കാട്ടുകുളം, പാതുവനാഥം എഡിറ്റർ EJ ബിന്നി, PRO ഡെബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാള ഭാഷയുടെ പിതാക്കന്മാരിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മഹാകവിയും നവോത്ഥാന നായകനും മലയാള ഭാഷ പണ്ഡിതനും മിഷണറിമാരിൽ ശ്രദ്ധേയനായ കവിയും ബഹുമുഖ പ്രതിഭയുമാണ് അർണോസ് പാതിരി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിദേശീയനായ ഫാദർ യോഹാൻ ഏർണസ്റ്റ് ഹാൻസിലേൻറ്റൻ എന്ന അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിൻ്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും വിവിധ പരിപാടികളോടെ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയമായിട്ടുള്ള ഈ അർണോസ് പാതിരിയുടെ പുണ്യ സ്പർശമേറ്റ
ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. രൂപതയുടെ മുൻ ബിഷപ്പ് അഭിമന്യ മാർ ഗോസ്ബ പുത്തൂർ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ രാവിലെ 6:30 മണിക്ക് വിശുദ്ധ കുർബാന അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ, അതേ തുടർന്ന് പ്രാർത്ഥന, പുഷ്പാർച്ചന, തുടർന്ന് അനുസ്മരണ യോഗവും ഉണ്ടായിരിക്കുന്നതാണ്. അഭിമന്യ മാർ ഗോസ്ബ പിതാവ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതലും നാശനഷ്ടമുണ്ടായത്. ചന്ദ്രപുരയ്ക്കൽ മോഹനന്റെ തറവാട് വീടിന് മുകളിൽ വൻമരം വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. മുറ്റത്ത് വച്ചിരുന്ന സൈക്കിളും പാടെ തകർന്നു. തൊട്ടടുത്ത് പുത്തൂർ അഭിലാഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. പച്ചാമ്പുള്ളി സുനിയുടെ വീടിന് മുകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് സാരമായി പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാഹിയിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. ഇല്ലിക്കാട് സ്വദേശികളായ 37 വയസ്സുള്ള കിരൺ, 39 വയസ്സുള്ള വിപിൻ, കാട്ടൂർ സ്വദേശി 18 വയസ്സുള്ള ഗോകുൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ കിരൺ, വിപിൻ, ഗോകുൽ എന്നിവരും കമ്മിറ്റിക്കാരുമായി തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച നരിക്കുഴി സ്വദേശി സജിത്തിനെ പിന്നീട് പള്ളിവേട്ട നഗറിന് സമീപം വെച്ച് പ്രതികൾ കരിങ്കല്ലുകൊണ്ട് തലയ്ക്കും മുഖത്തുമടിച്ച് സാരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാഹി പോലീസിന്റെ സഹായത്തോടെ മാഹിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. കിരൺ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലെയും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പ് കേസിലെയും വിപിൻ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലെയും പ്രതികളാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, പ്രൊബേഷൻ SI സനത് C, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. മുരിക്കുങ്ങൽ സ്വദേശി കേളംപടിക്കൽ ഹനീഫിന്റെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. കൈക്കും കാലിലും പരിക്കേറ്റ റെജീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ ഹാരിസൺ തോട്ടത്തിലാണ് സംഭവം. ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ വീണാണ് റെജീനയ്ക്ക് പരിക്കേറ്റത്. തലനാരിഴയ്ക്കാണ് ഇവർ ആനക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മറ്റു തൊഴിലാളികൾ ചേർന്ന് ഒച്ചവച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് റെജീനയെ രക്ഷപ്പെടുത്തിയത്. ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാട് കയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ ആനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനാക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശി അനിരുദ്ധനാണ് മരിച്ചത്. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ സ്റ്റാൻഡിലുള്ളവരാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനിരുദ്ധൻ. 2 മാസത്തോളമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനങ്ങളെ കേൾക്കാൻ സന്നദ്ധനല്ലാത്ത ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്നത് ദുരന്തമെന്ന് നടൻ ജോയ് മാത്യു, സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി കൂടിക്കാഴ്ച പോലും നടത്താത്ത ഏകാധിപതിയായ പിണറായി വിജയന് കീഴിൽ ജീവിക്കേണ്ടി വരുന്നതാണ് സമകാലിക മലയാളി നേരിടുന്ന വലിയ അപമാനമെന്ന് ജോയ് മാത്യു പറഞ്ഞു. ഗാന്ധിജിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാൻ കഴിയാത്തൊരു ഭരണാധികാരികളുടെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ഈ ദിവസം എനിക്ക് അപമാനകരമായി തോന്നുന്നു. ഇതിനു മുമ്പ് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സ്ത്രീ, അവളെ പേര് ഞാൻ പറയുന്നില്ല, പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി.
ഇതേപോലെ ഒരു ഭരണാധികാരിയുടെ പേരിൽ, ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് CBI അന്വേഷണം വേണമെന്ന് പറയുകയും അപ്പം തന്നെ CBI അന്വേഷണം ഉത്തരവിടുകയും ചെയ്തതാണ്. അപ്പോൾ ആര് സമീപിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിക്കാഴ്ചകൾ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചു, മഹാത്മാജി ചോദിച്ചു ഇംഗ്ലീഷ് അറിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് സംസ്കൃതം അറിയാം, സംസ്കൃതം ഗാന്ധിജിക്ക് അറിയില്ല. ഈ രണ്ടു കൂട്ടർക്കും ഈ ഭാഷകൾ തമ്മിലില്ല. പക്ഷെ പകരം അടുത്തൊരു പരിഭാഷകരുണ്ടായിരുന്നു. എന്നിട്ടും അവർ സംസാരിച്ചു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചും ജാതി പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ അവർ സംസാരിക്കാൻ മനസ്സ് കാണിച്ചു. ഇതേ ഗാന്ധിജി ലണ്ടനിൽ പോയപ്പോൾ അദ്ദേഹത്തെ കാണാമെന്ന ഒരാളാണ് ലോകത്തിലെ എക്കാലത്തെയും വലിയ കലാകാരനെ വിശ്വസിക്കുന്ന ചാർലി ചാപ്ലിൻ. ജാതി മതഭേദങ്ങൾക്കപ്പുറം, ഭാഷയ്ക്കപ്പുറം, പ്രാദേശികതയ്ക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം മനുഷ്യരെ, കുട്ടികളെയും വൃദ്ധരെയും വരെ കുടുകൂടെ ചിരിപ്പിക്കാൻ കഴിയുന്ന ചാർലി ചാപ്ലിൻ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം മഹാത്മാജിയെ കാണാൻ വന്നു. അതിനെപ്പറ്റി കേട്ടത്, മഹാത്മാജി ചാപ്ലിൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയില്ല, കാരണം എന്റെ ഫീൽഡ് സിനിമയല്ല, എന്റെ രാഷ്ട്രീയമാണ്, ഇന്ത്യയുടെ വിമോചനമാണ് എന്റെ പ്രശ്നം, സത്യാഗ്രഹമാണ് എന്റെ മാർഗം. ചാപ്ലിൻ ഇതൊക്കെ കേട്ടിരുന്നു. ഇത് കണ്ടിരുന്നു പറഞ്ഞത് ഏറ്റവും വലിയ തമാശക്കാരനായ ചാപ്ലിൻ തിരുതിരെ ചിരിച്ചുകൊണ്ടിരിക്കത്രേ. ചാപ്ലിൻ കഴിഞ്ഞു പറഞ്ഞത് ഇത്രയും തമാശ പറയുന്ന ഒരാളെ കണ്ടിട്ടില്ല ഗാന്ധിജിയെ കുറിച്ച്. അങ്ങനെ അത്രയും കൂടിക്കാഴ്ചകൾ ഇല്ലാതെ പോയ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. മനുഷ്യർ നമ്മൾ കൂടിക്കണ്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആശാവർക്കർമാർ സമരമാണെങ്കിലും ശരി, ഏത് കാര്യമാണെങ്കിലും നമുക്ക് എപ്പോഴും കയറി ചെല്ലാവുന്നതും കാണാവുന്നതുമായ ഒരു ഭരണ സംവിധാനം, സുതാര്യമായ ഭരണാധികാരികൾ. ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളെ ഒഴിവാക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന് രാജ്യത്തും സംസ്ഥാനത്തുമുള്ളതെന്നും രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും കാണാനും കേൾക്കാനും സന്നദ്ധരായ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന നാട്ടിലാണ് ഈ ദുരവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു. അഭിനവ ദേശസ്നേഹികൾ മറന്നുപോകുന്ന ഒന്നിനെയാണ് കോൺഗ്രസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ കൂടെ ഗാന്ധിയെ ഓർമ്മിക്കുന്നതിനായി നടിക്കുന്ന ഇടതുപക്ഷത്തിന് അവരുടെ സമ്മേളനങ്ങളിൽ ഗാന്ധിയുടെ ചിത്രമെങ്കിലും വയ്ക്കാൻ ധൈര്യമുണ്ടോ? ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ സകല മനുഷ്യരോടും സംവാദിച്ചിരുന്ന നേതാവായിരുന്നു ഗാന്ധിയെന്നും അദ്ദേഹത്തെ സ്മരിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചും മാത്രമേ പുതിയൊരിന്ത്യ സൃഷ്ടിക്കാനാവൂ എന്നും ജോയ് മാത്യു പറഞ്ഞു. ഇരുണ്ടുമൂടിയ കാർമേഘമാണ് രാജ്യത്ത്, ആയിരുട്ടിനെ തൂത്തുമാറ്റാനുള്ള വെളിച്ചം ഗാന്ധിയാണെന്നും യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കവി അൻവർ അലി അഭിപ്രായപ്പെട്ടു. 1925 മഹാത്മാഗാന്ധി തൃശൂർ മണികണ്ഠലാലിൽ നടത്തിയ പ്രസംഗം MP സുരേന്ദ്രൻ പുനരവതരിപ്പിച്ചു. തേരമ്പിൽ രാമകൃഷ്ണൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, TV ചന്ദ്രമോഹൻ, PA മാധവൻ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി, MP ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. KK ബാബു, KB ജയറാം എന്നിവർ സംസാരിച്ചു. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ ബദർ മൗലീദ് വാർഷികവും ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു. തറാവീഹ് സംസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ബദർ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് മഹല്ല് ഖത്തീബ് സലീം ഫൈസി സംസാരിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനാവശ്യമായി വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുവാനും മഹല്ല് നിവാസികളോട് ഖത്തീബ് ആവശ്യപ്പെട്ടു. മൗലീദ് സദസ്സിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി, അബ്ദുൾ റൌഫ് ബാഘവി ആലത്തിയൂർ, VP അബ്ദുൽ ലത്തീഫ് ഹാജി, ഇബ്രാഹിം കുന്നത്തുകായിൽ, PM അബ്ദുൽ ജലാലാഹു, KPS ഷാഹിർ അലി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ബദർ ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ഭക്ഷണ വിതരണത്തിന് നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, NM അബ്ദുൽ ജലീൽ, RP ജുനൈദ് എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 8250 രൂപ, പവന് 66,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053.
അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതിക്കാരായ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി ഞായറാഴ്ച പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ആചരിക്കും. തിങ്കളാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.